And the firm also wish to use the documentation as a reference for future reference use ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചർ റെഫറൻസിന് ആവശ്യമുണ്ട്. സോ ഓൾ ദീസ് ആർ വാട്ട്, നിങ്ങൾക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടതാണ്. ദീസ് ആർ ഓൾ ദി അഡ്വാൻറ്റേജസ് ഓഫ് വാട്ട് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ മെറ്റീരിയൽ. വെൻ യു ടേക്ക് SC 300, come to page number 38, benefits of program. Okay, providing a clear set of instructions, provides total perspective of the work to be performed, selection of engagement team according to competence is properly possible, work can be traced back to assistance, accountability fix ചെയ്യാൻ വേണ്ടി പറ്റും, എൻഗേജ്മെൻറ്റ് പാർട്ട്ണറിന് DSR കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും, ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എൻറ്റയർലി ദ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാമാണ് ഇവിടെ നഷ്ടമായേക്കുന്നത്. സോ ദ ക്വസ്റ്റൻ ഇസ് ബേസ്ഡ് ഓൺ ദി അബവ് ഫാക്ട്സ്, അനലൈസ് വൈ പ്രിപ്പയറിംഗ് എ പ്രോഗ്രാം ഇസ് അഡ്വാൻറ്റേജസ്. വി ഹാവ് ടു റൈറ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. അഡ്വാൻറ്റേജ് വെറുതെ അഡ്വാൻറ്റേജ് എഴുതിയാൽ പോരാ, നേരത്തെ ലിമിറ്റേഷനിൽ കണ്ട പോലെ ഓരോ അഡ്വാൻറ്റേജും എന്തുകൊണ്ട് ഈ അഡ്വാൻറ്റേജ് ഓഡിറ്റ് പ്രോഗ്രാമിൽ കിട്ടും, അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ആവശ്യം, ബിക്കോസ് ഈ സംഭവം നടക്കുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ മറ്റേ ക്ലിയർ ഇൻസ്ട്രക്ഷൻ്റെ അസിസ്റ്റൻസ് കിട്ടും ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, ദ ന്യൂലി റിക്രൂട്ടഡ് അസിസ്റ്റൻസ് വെർ അൺഷുവർ. അപ്പോൾ അവർക്ക് എന്താ ഇൻസ്ട്രക്ഷൻസ് ഇല്ലാത്തതാണ് പ്രശ്നം. സോ ദിസ് ഇസ് ദിസ് അഡ്വാൻറ്റേജ്. അതേപോലെ ടോട്ടൽ പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ സഹായിക്കും. ഇവിടെ ടോട്ടൽ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നില്ല. ദി കറണ്ട് ഓഡിറ്റ് ഇസ് എ മേജർ മൾട്ടി യൂണിറ്റ് അസൈൻമെൻറ്റ്, പ്രോപ്പർലി ഡ്രാഫ്റ്റഡ് പ്രോഗ്രാം വിൽ ഗിവ് എ കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ്. കാരണം ക്വസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ദേ ആർ അൺഎബിൾ ടു വിഷ്വലൈസ് ദ ഫുൾ സ്കോപ്പ് എന്ന്. സോ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എ ഗുഡ് ഓഡിറ്റ് പ്രോഗ്രാം വിൽ ബി ഗിവിംഗ് എ ടോട്ടൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ വർക്ക് ടു ബി പെർഫോംഡ്. അങ്ങനെ ഓരോ ഇഷ്യൂവിനെയും കാണിച്ചിട്ട് ഈ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടായേനെ എന്ന് കമ്പയർ ചെയ്ത് പറയണം. അതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ബേസിക്കലി ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ വെറുതെ ഞാൻ പറഞ്ഞില്ലേ, നോർമലി ചോദിക്കുന്നത് എങ്ങനെയാണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജ്, ലിസ്റ്റ് 5 അഡ്വാൻറ്റേജ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് ചോദിക്കുന്നതിന് പകരം അവർ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ചാപ്റ്റർ നമ്പർ 3 ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് ചോദിച്ചേക്കുന്ന ചോദ്യം ഇസ്, ഐ തിങ്ക് ദാറ്റ് ഇസ് പ്രിറ്റി മച്ച് സ്ട്രേറ്റ് ഫോർവേഡ് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ വുഡ് ബെനിഫിറ്റ് ദി ഓഡിറ്റർ ഇൻ പ്ലാനിങ് ദി ഓഡിറ്റ്. ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻറ്റേർണൽ കൺട്രോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും വെദർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എക്സിസ്റ്റിംഗ് ആണോ അതോ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണോ, ഫ്രോഡ് സംഭവിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ, മാനേജ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന റെപ്രസെൻറ്റേഷൻസ് റിലയബിൾ ആവാൻ ചാൻസ് ഉണ്ടോ, ഏതൊക്കെ ഏരിയസിലാണ് കൺട്രോൾ വീക്ക്, ഏതൊക്കെ ഏരിയസിലാണ് കൺട്രോൾ എക്സസീവ്, വെദർ കൺട്രോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ കൺട്രോൾസ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് ടിപ്പിക്കൽ ചോദ്യമാണ്. ഇത് സ്ഥിരമായിട്ട് ICA ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും ഇൻറ്റേർണൽ കൺട്രോളിൽ നിന്ന് യൂഷ്വലി വരുന്ന ടോപ്പിക്കിലത്തെ ഒരു ചോദ്യമാണിത്, ബെനിഫിറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. മിക്കവാറും നമ്മൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റൻസ് എന്തെങ്കിലും മാർക്ക് ചെയ്തിരിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ഇൻറ്റേർണൽ കൺട്രോൾ? പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. എറേഴ്സും ഫ്രോഡും സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ, കൺട്രോൾസ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്ലി ആണോ, വെദർ കൺട്രോൾസ് അഡിക്വറ്റ്ലി സേഫ് ഗാർഡ് ദി അസെറ്റ്സ്, ഹൗ റിലയബിൾ ദ റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഫ്രം ദ മാനേജ്മെന്റ് വിൽ ബി, വേർ ആർ ദ ഏരിയാസ് വേർ കൺട്രോൾസ് ആർ വീക്ക്, വേർ ഇറ്റ് ഇസ് എക്സസീവ്, സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് കൊടുക്കേണ്ടതുണ്ടോ. ഇതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ആ ഒരു ആസ്പെക്ട് തന്നെയാണ് നമ്മളുടെ ഈ ചോദ്യങ്ങൾ. ഈ പോയിന്റ്സ് തന്നെയാണ് 8-10 പോയിന്റ്സ് ഉണ്ട്, അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ ആണോ? സെയിം ഡിറ്റോ ക്വസ്റ്റൻ തന്നെയാണ്. ഡിറ്റോ ക്വസ്റ്റൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സോ ബെനിഫിറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ നമ്മുടെ നോട്ടിലത്തെ പോയിന്റ്സ് വെച്ചാൽ മതി. ഇതിൽ വലിയ മത്താപ്പൊന്നുമില്ല, ജസ്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് സിമ്പിളായിട്ട് വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഡിറ്റ് എവിഡൻസ് ചാപ്റ്ററിന് ഏതാ വന്നിട്ടുള്ളത്? വൈൽ കണ്ടക്ടിങ് ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, auditor considers whether and to what extent you can rely on the work performed by the management's expert. ഒബ്വിയസ്ലി മറ്റേ നമ്മുടെ സ്ഥിരം ചോദിക്കുന്ന ടോപ്പിക്കുകളൊന്നാണ് SA 500 എന്ന്. SA 500 ഓഡിറ്റ് എവിഡൻസിൽ പറയുന്ന സംഭവമുണ്ട്. ദാറ്റ് ഈസ് ദ ഇൻഫർമേഷൻ വി ടേക്ക് ആസ് ഓഡിറ്റ് എവിഡൻസ്. സംടൈംസ് നമുക്ക് ഈ മാനേജ്മെൻറ്റ് സ്റ്റാഫിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൽ നിന്ന് എടുക്കാം. മാനേജ്മെൻറ്റ് സ്റ്റാഫിൽ നിന്നാണ് നമ്മളൊരു ഇൻഫർമേഷൻ എടുക്കുന്നതെങ്കിൽ അത് സഫീഷ്യൻലി പ്രിസൈസ് ആൻഡ് ഡീറ്റെയിൽഡ് ആണോ, അതിൻ്റെ ആക്യുറസിയും കംപ്ലീറ്റ്നെസ്സും ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ എക്സ്പേർട്ടിൽ നിന്നാണ് നമ്മൾ ഓഡിറ്റ് എവിഡൻസിനെ സ്വീകരിക്കുന്നതെങ്കിൽ ദർ ആർ ലോട്ട് മോർ തിങ്സ് വി ഹാവ് ടു ചെക്ക്. എക്സ്പേർട്ടിൻ്റെ വർക്ക് അപ്രോപ്രിയേറ്റ് ആണോ, അത് ശരിക്കും ഒരു എക്സ്പേർട്ട് ആണോ, നമ്മുടെ പ്രയർ എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് ദിസ് പേഴ്സൺസ് വർക്ക്, the area of expertise of this expert, അങ്ങനത്തെ such things. What are the state the conditions and procedure to be followed by the auditor while relying on the work of expert. എക്സ്പേർട്ടിൻ്റെ വർക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ ദിസ് ഈസ് ഓൾസോ എ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. SA 500 നമ്മൾ പോവുകയാണെങ്കിൽ, when we go to SA 500 ഞാൻ കാണിച്ചു തരാം. When we take SA 500,
യെസ്, ഈ പോയിന്റ്സ് വാട്ട് ആർ ദി ഓഡിറ്റേഴ്സ് കൺസിഡറേഷൻ ബിഫോർ യൂസിങ് ദ വർക്ക് ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് മിനിമം 5-6 പോയിന്റ് പഠിക്കാൻ പറ്റില്ലേ, ആ ടോപ്പിക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, അത് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യനാണ്, ആർക്കും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അതായത് വെൻ വി ടേക്ക് ദ വർക്ക് ഓഫ് ദ മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് ആസ് എൻ ഓഡിറ്റ് എവിഡൻസ് വി ഹാവ് ടു ഇവാലുവേറ്റ് അയാളുടെ കോമ്പറ്റൻസ്, കേപ്പബിലിറ്റീസ് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി, ഒപ്റ്റെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് ദ വർക്ക് പെർഫോം ബൈ ദിസ് പേഴ്സൺ, അയാളുടെ വർക്ക് നമുക്ക് അപ്രോപ്രിയേറ്റ് ആണോ. പിന്നെ ഉണ്ട് കുറേ ഫാക്ടേഴ്സ് കൂടി ഉണ്ട്, ആക്ച്വലി അവർ ഫുൾ പോയിന്റ്സ് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നമുക്ക് അവരുടെ വർക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് അവർ പറഞ്ഞിരിക്കുക. Now coming to audit of different items chapter. Okay, for all those who have not attended my class, for all those who are seeing this crash video for the first time, ഞാൻ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും വീണ്ടും അസർട്ട് ചെയ്ത് പറയുകയാണ്. ഇൻഫാക്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 16 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. യു ഷുഡ് നെവർ സ്കിപ്പ് ദിസ് ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു 4-5 കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊരു സെറ്റ് ഓഫ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു 10-11 ഐറ്റംസ് ഉണ്ട്. പ്രോപ്പർട്ടി പ്ലാൻ ഡോക്യുമെൻറ്റ്സ്, ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, ബോറോയിങ്സ്, ലോൺസ്, പർച്ചേസ്, സെയിൽസ്, ഇൻടാഞ്ചിബിൾസ്, PPE, ഇൻവെൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റത്തിൻ്റെ എല്ലാത്തിൻ്റെയും അസേർഷൻസ് ഏതെങ്കിലും അവർ ചോദിക്കാം. അസേർഷൻസ് എല്ലാ അസേർഷൻസിലും അല്ല ഇമ്പോർട്ടൻസ്, അധികം വരുന്ന റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, വാല്യുവേഷൻ, കംപ്ലീറ്റ്നെസ് ആണ്. ഇതേ അസേർഷൻസ് ഇഫ് ഇറ്റ്സ് എ P&L ഐറ്റം, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ റെലവൻ്റ് ആവത്തില്ല. പക്ഷേ എക്സിസ്റ്റൻസ് മാറി ഒക്കറൻസ് ആവും, വാല്യുവേഷൻ മാറി ആക്യുറസി ആവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 10 ഐറ്റത്തിൻ്റെയും 4 അസേർഷൻസ് ഓരോന്നിനും ഒരു മിനിമം 5-6 പോയിന്റ്സ് പഠിച്ച് വെക്കണം എന്ന് ഞാൻ പറയാറുണ്ട്, ഇല്ലേ? അത് എല്ലാ സ്റ്റുഡൻസും ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ RTPയിൽ അവർ ഫുൾ സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ക്വസ്റ്റൻസും ഇടും. എക്സാം പോയിന്റ് ഓഫ് വ്യൂ 3-4 മാർക്സിന് വന്നു കഴിഞ്ഞാൽ മിനിമം 4-5 പോയിന്റ്സ് കമ്പൾസറി ആയിട്ട് എഴുതാൻ പറ്റണം. കാരണം ഐ നോട്ട് സി ഇപ്പോൾ 8 പോയിന്റും 10 പോയിന്റും നിങ്ങൾക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത്. പക്ഷേ 10 ഐറ്റത്തിൻ്റെയും 4 അസേർഷൻ വെച്ചിട്ട് അപ്പോൾ 40 ഹെഡിങ്സ് നിന്ന് 10 പോയിന്റ് വെച്ച് 400 പോയിന്റ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മിനിമം 4 പോയിന്റ്സ് വെച്ച് നിങ്ങൾ റെഡിയാക്കുക. നിങ്ങൾ തന്നെ ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ ഭയങ്കര ഓർത്തൊക്കെ എളുപ്പമായിരിക്കും. ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ഇൻവെൻട്രിനെ സംബന്ധിക്കുന്ന ഒരു ലിസ്റ്റാണ് ചോദിച്ചേക്കുന്നത്. 9 പോയിന്റ്സ് ഉണ്ട്. 9-10 പോയിന്റ്സ് കാണാൻ വേണ്ടി പറ്റും. എക്സാക്ട്ലി ഡിറ്റോ സെയിം പോയിന്റ്സ് ICA മെറ്റീരിയലുണ്ട്. ICA മെറ്റീരിയലിൽ വെൻ യു ഗോ ടു നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി പഠിക്കേണ്ട സംഭവമാണ്. ഇൻവെൻട്രീസിൻ്റെ ലിസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇൻവെൻട്രീസ് നിൽക്കുന്നത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇൻവെൻട്രീസ് ട്രേഡ് ലയബിലിറ്റീസിനൊക്കെ മുമ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും മുമ്പാണ്. പ്രോപ്പർട്ടി പ്ലാൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിനും മുമ്പായിരിക്കും ഇൻവെൻട്രി. യെസ്, ഐ തിങ്ക് ദിസ് ഇസ് ഇൻവെൻട്രിയുടെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇൻവെൻട്രിയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഇൻവെൻട്രിയുടെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കാനായിട്ട് ഒരു 4 പോയിന്റ് പഠിച്ചു വയ്ക്കുക. അതേപോലെ ഇൻവെൻട്രിയുടെ കംപ്ലീറ്റ്നെസ് ഉറപ്പുവരുത്താനായിട്ട്, ഇത് MTP1 Jan 26 തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കംപ്ലീറ്റ്നെസ് മനസ്സിലാക്കാനായിട്ട് ഒരു 4 പോയിന്റ് പഠിച്ചു വയ്ക്കുക. അതേപോലെ ഇൻവെൻട്രിയുടെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, ഓരോ ഇൻവെൻട്രീനെയും അതിൻ്റെ അണ്ടർലൈൻ ഡോക്യുമെൻറ്റേഷൻസ് വെച്ച് കമ്പയർ ചെയ്യുക. കൺസൈൻമെൻറ്റ് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസും അഗ്രിമെൻറ്റ്സും നോക്കുക. എക്സാമിൻ ദി ഇൻവോയ്സസ് ഫോർ എവിഡൻസ് ഓഫ് ഓണർഷിപ്പ്. ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ കൺഫർമേഷൻ ഫോർ സിഗ്നിഫിക്കൻറ്റ് ഐറ്റംസ് ഓഫ് ഇൻവെൻട്രി. ഫോർ ഇൻസ്റ്റൻസ് ഓഫ് ഇൻവെൻട്രി ഹെൽഡ് ബൈ തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ഡിക്ലറേഷൻ വാങ്ങിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് ഓർത്ത് വെക്കാനോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും എസ്സേയിൽ പഠിച്ച ടോപ്പിക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതിലിപ്പോൾ എത്ര പോയിന്റ്സ് മൊത്തം ഉണ്ട്? 1 2 3 4 5 6 7 8 പോയിന്റ്സ്, 9 പോയിന്റ്സ് ഉണ്ട്. മിനിമം 5-6 പോയിന്റ്സ് സിമ്പിളായിട്ടുള്ള സാധനം. 1 ലൈൻ സെൻറ്റൻസേ ഉള്ളൂ. ഇതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. സെയിം സംഭവം തന്നെയാണ്. ഇവാലുവേറ്റ് ദ കൺസൈൻമെൻറ്റ് ഗുഡ്സ്, റിവ്യൂ ദ കൺസൈൻമെൻറ്റ് അഗ്രിമെൻറ്റ്സ്. ഈ പോയിന്റ്സ് ഞാൻ കുട്ടികൾക്ക് പറയുന്ന പോയിന്റ്സ് ആണ്. സെയിം 9 പോയിന്റ്സ്, ഇതേ 9 പോയിന്റ്സ് തന്നെ അവിടെ വന്നേക്കുന്നത്. സോ 9 പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മിനിമം 5-6 പോയിന്റ്സ് റെഡിയാക്കി വയ്ക്കാം. കാരണം അങ്ങനെ ഓരോന്നിൻ്റെയും അസേർഷൻസിൻ്റെ 8-10 പോയിന്റ് വെച്ചിട്ട് 10 ഐറ്റംസ് പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ 100 കണക്കിന് പോയിന്റ്സ് കാണാൻ പഠിക്കേണ്ടി വരും. അത് കോസ്റ്റ് എഫക്റ്റീവ് അല്ല. അതിൽ ഏത് ചോദിക്കുന്ന അറിയാൻ പറ്റത്തില്ല. അങ്ങനെ വായിച്ചിട്ടും കാര്യമില്ല, ഓർമ്മ ഉണ്ടാവണമെന്നില്ല. യു മേക്ക് എ ലിസ്റ്റ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ കോർട്ടിലാണ് പന്ത്. ഇതിൽ വേറെ കൺസെപ്റ്റായിട്ടൊന്നും നമുക്ക് പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് അഗെയിൻ ഔട്ട് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ തന്നെ അവർ വീണ്ടും ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒക്കറൻസ് അസേർഷൻ ഓഫ് എ റവന്യൂ ട്രാൻസാക്ഷൻ. ഇൻകത്തിൻ്റെ ഒക്കറൻസ്, റിസീവബിൾസിൻ്റെ ഇൻകം, സെയിൽസിൻ്റെ ഒക്കറൻസിൻ്റെ പോയിന്റ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ആ പേജിലുണ്ടായിരുന്നത് സെയിൽസിൻ്റെ ഒക്കറൻസ്. ലെറ്റ് മീ ഷോ യു. എക്സിസ്റ്റൻസ് ഓഫ് ട്രേഡ് പേബിൾസ് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് കമ്മിങ് ആഫ്റ്റർ ദാറ്റ് ഓൺലി. ലോൺസ് അഡ്വാൻസസും കഴിഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്. ലയബിലിറ്റീസും കഴിയണം. P&L ഐറ്റംസ് വരുന്നുണ്ട്.
പി ആൻഡ് ഐറ്റത്തിൽ സെയിൽസ് ആൻഡ് സെയിൽസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്, സെയിൽസിൽ സെയിൽസിൻ്റെ ഒക്കറൻസ്. ദ ക്വസ്റ്റൻ ഇസ് വാട്ട്? സെയിൽസിൻ്റെ ഒക്കറൻസ് തന്നെയല്ലേ കാരണം ഒക്കറൻസ് ഓഫ് റവന്യൂ മീൻസ് സെയിൽസ്. ചെക്ക് വെദർ സിംഗിൾ സെയിൽസ് ഇൻവോയ്സസ് നോട്ട് റെക്കോർഡഡ് ട്വൈസ്, ടെസ്റ്റ് ചെക്ക് ദ ഫ്യൂ ഇൻവോയ്സസ്, അത് ഇൻവോയ്സ് ഡബിൾ എൻട്രി വന്നിട്ടില്ലെന്ന് ഉറപ്പെടുത്തുക, കൺഫർമേഷൻ വാങ്ങിക്കുക, ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ഫേക്ക് കസ്റ്റമേഴ്സ് ഇല്ലെന്ന് ഉറപ്പെടുത്തുക, വെദർ എനി ഷിപ്മെൻറ്റ്സ് വേ ഡൺ വിത്തൗട്ട് എനി കൺസെൻറ്റ് ആൻഡ് അഗ്രിമെൻറ്റ് ഓഫ് ദി കൺസ്യൂമർ എസ്പെഷ്യലി ദി ഇയർ എൻഡ്, അങ്ങനെ ഇൻഫ്ലേഷൻ സംഭവിച്ചോ ചെക്ക് ചെയ്യുക. അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്. ആൻഡ് ഇൻഫാക്ട് ഒക്കറൻസിനെ സംബന്ധിച്ച് 1 2 3 4 5 6 7 8 9 10 11 10-11 പോയിന്റ്സ് ഉണ്ട്. ഏതെങ്കിലും 4-5 പോയിന്റ്സ് എഴുതാൻ പറ്റത്തില്ലേ? അവർ മിക്കവാറും ഫുൾ എഴുതിയിട്ടുണ്ടാവും. ഈ ചെക്ക് വെദർ സിംഗിൾ സെയിൽസ് ഇൻവോയ്സസ് നോട്ട് റെക്കോർഡ് ട്വൈസ് തൊട്ടിട്ട് ചെക്ക് ദ സെയിൽസ് റിട്ടേൺ വരെയുള്ള പോയിന്റ്സ് അവർ എഴുതിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അവരെല്ലാം എഴുതാൻ ചാൻസ് ഉണ്ട്. ഓഡിറ്റ് പ്രൊസീജിയർ ഫസ്റ്റ് സെഷൻ ചെക്ക് വെദർ റവന്യൂസ് നോട്ട് ഓവർ സ്റ്റേറ്റഡ് ബൈ പെർഫോമൻസ്, ചെക്ക് ദ സിംഗിൾ സെയിൽസ് ഇൻവോയ്സിൻ്റെ തുടങ്ങിയിട്ട് ടെസ്റ്റ് ചെക്കും ഒപ്റ്റൈൻ കൺഫർമേഷൻ തുടങ്ങി ലാസ്റ്റ് ആ സെയിൽസ് റിട്ടേൺ വരെയുള്ള പോയിന്റ്സ്. ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇത് നിങ്ങളിപ്പോൾ ഈ RTPയിലത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞങ്ങൾ ഇത് കാണാതെ പഠിക്കാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. RTPയിൽ ഇത് വന്നു, MTPയിൽ ചിലപ്പോൾ വേറെ വരും, MTP2 വേറെ വരും, ഇതൊന്നും അല്ലാത്ത 4ാമത്തെ വേറെ സ്ഥലം എക്സാമിന് വരും. അപ്പോൾ ഇത് കാണാതെ പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഇത് കാണാതെ പഠിക്കുകയും വെപ്രാളപ്പെടുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആ 11 ഐറ്റത്തിൻ്റെയും 4 അസർഷൻസ്: എക്സിസ്റ്റൻസ്, റൈറ്റ്സ്, വാല്യുവേഷൻ, കംപ്ലീറ്റ്നെസ്. പി ആൻഡ് ഐറ്റം ആണെങ്കിൽ എക്സിസ്റ്റൻസ് മാറിയിട്ട് ഒക്കറൻസ് ആവും, വാല്യുവേഷൻ മാറിയിട്ട് ആക്യുറസി ആവും. ഈ ഇത്രയും അസർഷൻസിൻ്റെ ഈ 10 ഐറ്റത്തിൻ്റെയും ഒരു 4-5 പോയിന്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ 4 പോയിന്റേ പറ്റുള്ളൂ. 4 മിനിമമാണ്, അതിൽ താഴെ പോയിട്ട് കാര്യമില്ല. 4 മിനിമമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാമല്ലോ. അല്ലാണ്ട് ഇത് ഈ ചാപ്റ്റർ 135 പേജിൻ്റെ ചാപ്റ്റർ നിങ്ങൾ എവിടെ കാണാൻ പിടിച്ച് ചെയ്യാൻ പോകും? ഇറ്റ്സ് നോട്ട് വർത്ത്. അത് നോക്കുന്ന സമയം കൊണ്ട് ബാക്കി വേണമെങ്കിൽ ഫുൾ സാധനം റിവൈസ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ചെയ്താൽ മതി, ഇതേ നടക്കത്തുള്ളൂ. ഇതാണ് ക്ലാസ്സിൽ നമ്മൾ പറയുന്ന പരിപാടി. ഇത് പിള്ളേരെ ലിസ്റ്റ് ഉണ്ടാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി പഠിച്ച് ഓർത്ത് വെച്ച് സുഖമായിട്ട് സുഖസുന്ദരമായിട്ട് എഴുതി മാർക്ക് വാങ്ങിക്കുന്ന ഇത്രയും പിള്ളേരുണ്ട്. അവർക്ക് എക്സംഷൻ കിട്ടാറുണ്ട്, റാങ്ക് കിട്ടാറുണ്ട്. അത് ചെയ്യുക എന്നതേ ഇതിൽ പറയാനുള്ളൂ. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസത്തെ പോലും ആർട്ടിക്കൽഷിപ്പ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് സങ്കല്പിച്ചെടുത്ത് ഉള്ളൊരു പരിപാടി, അതിൻ്റെ ടാസ്ക്കാണ് വരുന്നത് ഇവിടെ. സോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യണം എന്ന മട്ടിൽ ലാസ്റ്റ് മിനിറ്റിൽ അതേ പറ്റത്തുള്ളൂ. അത് ചെയ്തു വയ്ക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. I think here we also again we're going to have a straightforward question with reference to the above things. Documentation, explain the purpose served by documentation. Audit documentation advantages എന്നൊക്കെയാണ് straightforward question. Assist in the engagement team to plan and perform the work. Accountability fix ചെയ്യാൻ വേണ്ടി പറ്റും. DSR of the engagement team DSR എളുപ്പമായിരിക്കും. പിന്നെ റീറ്റെയിനിങ് റെക്കോർഡ് ഓഫ് മാറ്റേഴ്സ് ഓഫ് കണ്ടിന്യൂയിങ് ഇമ്പോർട്ടൻസ്. ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻസ് പറ്റും. എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻസ് എളുപ്പമായിരിക്കും. അഡ്വാൻറ്റേജ്, ക്ലീൻ അഡ്വാൻറ്റേജ്, സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. അതിൽ വലിയ വ്യത്യാസം ഇല്ല അല്ലേ? അത് കാണിക്കേണ്ട ആവശ്യമില്ല. 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ, SA 230 ഡോക്യുമെന്റേഷൻ ഡെഫിനേഷൻ, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജ്, ടിപ്പിക്കൽ ടോപ്പിക്കാണ്. പിന്നെ ചാപ്റ്റർ നമ്പർ 7 ഇത്തവണ വന്നേക്കുന്നത് ഏതാണ്? ഓക്കെ, SA 265 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഇന്റേണൽ കൺട്രോൾ ടു TCWG. വാട്ട് ആർ ദ മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ? സോ ആസ് പെർ SA 265 on communication of deficiency in internal control to management and TCWG പ്രകാരം we have to identify whether there is any significant deficiency in the internal control. Deficiency എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു internal control ഇല്ല ഓർ internal control ഉണ്ട്, പക്ഷെ അതിനെ കൊണ്ട് PDC of errors enforce ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ 1 or more of such deficiencies കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജഡ്ജ്മെന്റ് അപ്ലൈ ചെയ്തിട്ട് തീരുമാനിക്കണം അതൊരു സിഗ്നിഫിക്കൻറ്റ് ഡെഫിഷ്യൻസി ആണോ. എങ്കിൽ നമ്മളത് അപ്രോപ്രിയറ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആൻഡ് TCWGക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം ഇൻ റൈറ്റിംഗ്. അതിനെ വിളിക്കുന്ന പേരാണ് ലെറ്റർ ഓഫ് വീക്ക്നെസ്. അതിന്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഓഫ് ദ ഡെഫിഷ്യൻസി ഐഡന്റിഫൈഡ് അലോങ് വിത്ത് ദ പൊട്ടൻഷ്യൽ എഫക്ട് ഇറ്റ് ക്യാൻ ഹാവ് ഓൺ ദ ഫിനാൻഷ്യൽസ്. പ്ലസ് വി ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് സഫിഷ്യന്റ് ഇൻഫർമേഷൻ ടു enable the management understand the context of communication. അതായത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, this is an audit of FS, this is not an evaluation of internal controls. We have only checked those controls which were relevant for the which were relevant for the audit purpose. Audited opinion, FS-നെ പറ്റി ഒപ്പീനിയൻ പറയാൻ റെലവൻ്റ് ആയിട്ടുള്ള കൺട്രോൾസ് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. That also the matters reported here are limited to what in our judgment appear to be significant. വേറെ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. ഗോ ആസ്ക് യുവർ ഇന്റേണൽ ഓഡിറ്റർ എന്ന ഒരു ആസ്പെക്റ്റ് ആണ് നമ്മളുടെ സിഗ്നിഫിക്കൻറ്റ് ഡെഫിഷ്യൻസിയുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ അതാണ് ചോദിച്ചേക്കുന്നത്. ആ പോയിന്റ്സ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, ഒരു അൺയൂഷ്വാലിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. യൂഷ്വലി അവർ ചോദിക്കുന്ന സംഭവമല്ല ഈ SA 600 യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ. ബ്രാഞ്ച് ഓഡിറ്ററിൻ്റെ കേസാണ് പറയുന്നത്. യൂസിങ് ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ ഇസ് എ ക്രിട്ടിക്കൽ ഏരിയ ഇൻ ഓഡിറ്റ് ഓഫ് entities having branches. Okay, with reference to 600
explain the need for coordination and proper understanding between the principal auditor and the other auditor, and the procedure to be performed by the principal auditor to evaluate and use the work of other auditor. Okay. And including circumstances where the principal auditor may need to visit the component. Okay, super. Like നോർമലി ചോദിക്കാറേ ഇല്ല ഈ ടോപ്പിക്. ഈ ഭയങ്കര ഇഗ്നോർഡ് ആയിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദേ ഡോണ്ട് യൂഷ്വലി ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ അറ്റ് ഓൾ. ബട്ട് യെസ്, ഹിയർ ഇറ്റ് ഇസ് ഇൻ ദി SA 600 RTP of May 26 attempt, we have this question. So നമ്മൾ എന്തൊക്കെയാ പറയാ, when a company has more than one branches as per section 128 of the Companies Act, the books of the branches likely to be kept at the branch itself and periodically summary returns മാത്രമേ ഹെഡ് ഓഫീസിലോട്ട് അയക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വാട്ട് ഇസ് ദ പ്രോബ്ലം ഇസ് ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ, ഓക്കെ, ആ കമ്പനിയുടെ മെയിൻ 139 ഓഡിറ്റർ, if he has to express opinion on the entire organization including the branches, ബ്രാഞ്ചുകളിലത്തെ ഡീറ്റെയിൽസും കൂടി കിട്ടേണ്ടതുണ്ട്. കാരണം 122 പ്രകാരം ബ്രാഞ്ചിന്റെ ബുക്സ് ബ്രാഞ്ചിലായിരിക്കും. സോ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് 143(8) പ്രകാരം ഓരോ ബ്രാഞ്ചിലും ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് ഉണ്ടാവും. സോ ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ ഈസ് എൻടൈറ്റിൽഡ് ടു യൂസ് ദ വർക്ക് ഓഫ് ദ ബ്രാഞ്ച് ഓഡിറ്റേഴ്സ്. ബട്ട് മനസ്സിലാക്കുക, വി കൻ ഓൺലി യൂസ് ദ വർക്ക് ഓഫ് അതർ ഓഡിറ്റർ, ബട്ട് വി കനോട്ട് റിവ്യൂ ദെയർ വർക്ക്. അവിടെ അവർക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ 139 ഓഡിറ്ററിനെ പോലെ തന്നെ ഈ 143(8) ഓഡിറ്ററും എന്താണ്, SA പ്രകാരം ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ ഡോക്യുമെന്റേഷൻസ് എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്കത് തരണം എന്ന് നിർബന്ധമില്ല, അല്ലേ? SA 230 പറയുന്നുണ്ട്, ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഇസ് ദ exclusive property of the auditor. The auditor may at his or her discretion make extracts of the same available to the client or other auditors. A principal auditor branch auditor principal auditor ഒന്നും അവരുടെ ഡോക്യുമെന്റേഷൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. So what is the need for coordination? There must be proper coordination between the branch auditor and the principal auditor, because principal auditor shall continue to be responsible for expressing opinion on the branches. നമ്മൾ ഈ സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ പറയാൻ പ്രിൻസിപ്പൽ ഓഡിറ്ററിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈവൻ ഇഫ് ഹി യൂസസ് ദ വർക്ക് ഓഫ് ദ ബ്രാഞ്ച് ഓഡിറ്റർ, ദ റെസ്പോൺസിബിലിറ്റി ഇസ് നോട്ട് ഗെറ്റിംഗ് ഡിമിനിഷ്ഡ്. അതേസമയം പോയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് SA 600 പറയുന്നുണ്ട്, ബിഫോർ വി യൂസ് ദ വർക്ക് ഓഫ് ദ ബ്രാഞ്ച് ഓഡിറ്റർ, അയാളുടെ വർക്ക് നമ്മുടെ പർപ്പസിന് ആഡിക്വറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഏതൊക്കെ ഏരിയാസിൽ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണം, വാട്ട് ഇസ് ദ ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ, വെദർ എനി ലിമിറ്റേഷൻസ് ഓൺ ദ സ്കോപ്പ് ഓഫ് ദ വർക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ബ്രാഞ്ചിൽ പോയിരുന്നുവെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യും, അതേപോലെ തന്നെ അവരും വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ബ്രാഞ്ച് ഔട്ടിന്റെ വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ആസ്പെക്ട് പറയുന്നുണ്ട് SA 600 അല്ലേ? അതൊക്കെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നീഡ് ഫോർ കോർഡിനേഷൻ എന്താണ്? when the accounts of the branch is audited by another branch auditor other than the principal auditor, we need to have a clear understanding of the role of such other auditors. There is also great necessary for proper rapport between these two persons. Principal auditor should advise the other auditor regarding the use that is to be made of their work. What are the areas which require special considerations? The principal auditor should advise other auditor of any significant accounting, auditing, reporting requirements relevant for the entity. Procedures to be performed by principal auditors, we have to evaluate and use the work of other auditor. SA 600 requires that principal auditor should perform procedure to obtain sufficient evidence that other person's work നമുക്ക് പർപ്പസിന് അഡ്വക്കേറ്റ് ആണ്. അതിന്റെ ഭാഗമായിട്ട് അവരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. പ്രിൻസിപ്പൽ ഓഡിറ്റർ മേ ഓൾസോ വിഷ് ടു, നമുക്ക് ഇനി പ്രൊലൈ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് നേരിട്ട് പോയിട്ട്, വർക്കല്ല അവരുടെ ബ്രാഞ്ച് നേരിട്ട് പോയിട്ട് വിസിറ്റ് ചെയ്യാം. ദ പ്രിൻസിപ്പൽ ഓഡിറ്റർ മേ ഓൾസോ വിഷ് ടു വിസിറ്റ് ദി അതർ ഓഡിറ്റർ. Nature dimension of such procedure will depend upon the circumstances of the engagement. Further, in certain situations, the statute governing the entity may confer a right to the principal auditor to visit the component. Where another auditor has been appointed for the component, the principal auditor would normally be entitled to rely upon such work unless there are special circumstances making it. Same, അവർ ആ SA 600 ഫുൾ തിയറി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബുക്കിലത്തെ SA 600 ഫുൾ തിയറി പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രാഞ്ച് ഔട്ടിന്റെ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് റിലൈ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് ആ ബ്രാഞ്ച് വിസിറ്റ് ചെയ്യേണ്ടി വരും. റിലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, അവരുമായിട്ട് നേരത്തെ കൂട്ടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവരുമായിട്ട് ഏതൊക്കെ ഏരിയാസിൽ ഫോക്കസ് ചെയ്യണം, വാട്ട് ആർ ദ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഡിസ്ക്ലോഷർ ആസ്പെക്ട്സ് ബി കൺസിഡർഡ്, ലിമിറ്റേഷൻസ് ഉണ്ടോ ചോദിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഐ വിൽ ജസ്റ്റ് ഷോ യു ദാറ്റ് ടോപ്പിക് ഇൻ അവർ ബുക്ക്. നമ്മുടെ മെറ്റീരിയലത്തെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരാം. യു ഹാവ് ടു ടേക്ക് SA 600. SA 600 വരുമ്പോൾ ഈ ടോപ്പിക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് വായിച്ച് വെച്ചാൽ മാത്രം മതി. കാരണം ഇത് RTPയിൽ വന്നു വെച്ചിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഒന്നും ഒട്ടുമേ കാണുന്നില്ല. ഓക്കെ, അതങ്ങനെ ചോദിക്കുന്ന ടോപ്പിക്കല്ല. ഇവർ ഈ പേജിൽ കാണുന്ന നമ്മുടെ ഫുൾ തിയറി എഴുതിയിട്ടുണ്ടിരുന്നേ. വെൻ ഡസ് ദിസ് SA ഗെറ്റ് ആപ്ലിക്കബിൾ, ഈ പറഞ്ഞ പോലെ ബ്രാഞ്ച് ഓഫീസിൽ മറ്റൊരു ബ്രാഞ്ച് ഓഡിറ്റർ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ the branch auditor shall prepare a report on the accounts of the branch, examine and send it to the principal auditor and he may deal with it
as the case may be. The principal auditor is normally entitled to rely upon the work of such branch auditor unless there are circumstances making it essential to visit the competent person. Further, it requires that principal auditor should perform procedure to obtain sufficient evidence that the work of the other auditor is adequate. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദിസ് May 25 വന്നിട്ടുള്ള ഇത്തവണത്തെ ചാപ്റ്റർ 8 എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ചാപ്റ്റർ ആണ് സംഭവം. ഓക്കെ, ഓഡിറ്റ് റിപ്പോർട്ടിൽ SS 700 ഉണ്ട്, 701 ഉണ്ട്, 705, 706, 710, കാരോ 143, 13 ഇങ്ങനത്തെ ബഡാ ടോപ്പിക്സും ഉണ്ട്. RTPയിൽ ഇത്തവണ ചോദിച്ചത് ദേ ജസ്റ്റ് ചോസ് ടു ആസ്ക് ബ്രാഞ്ച് ഓഡിറ്റ് ഫോർ നോ റീസൺസ്. സിലബസിലുള്ള ഏത് ടോപ്പിക് അവർക്ക് ചോദിക്കാം, അവർ ചോദിച്ചതാണെന്ന് മാത്രം. അത് യൂഷ്വലി ചോദിക്കുന്ന ടോപ്പിക് അല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് വായിച്ചു വെക്കുക. 600 ഒന്നും കണ്ടിട്ട് അത് ലാസ്റ്റ് മിനിറ്റ് SS 600 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. RTPയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എങ്ങനെ എംഫസൈസ് ചെയ്യണത് പഠിക്കണം എന്നില്ല, ബട്ട് ജസ്റ്റ് വായിച്ചു വെക്കുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വായിക്കുക, നമ്മുടെ SS 600 ആ 2 പേജ് തിയറി വായിച്ചു വെക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ. ചാപ്റ്റർ 9 നിന്നും ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൽ നിന്നും NGOസിൻ്റെ ക്വസ്റ്റൻ വന്നേക്കുന്നത്. NGOസിനെ പറ്റിയിട്ട് എന്താ വന്നേക്കുന്നത്? വിത്ത് റെഫറൻസ് ടു ദി അബവ് മാറ്റേഴ്സ്, വാട്ട് ആർ ദ മാറ്റേഴ്സ് ദി ഓഡിറ്റർ മേ കോൺസിഡർ വൈൽ പ്ലാനിങ് ദി ഓഡിറ്റ് ഓഫ് NGO. NGOനെ പറ്റിയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുക. നമ്മുടെ ഒരു ഫ്രെയിംവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, യെല്ലോ, ബ്ലൂ, ഓറഞ്ച്, ഗ്രീൻ, റെഡ് അല്ലേ, വിബ്ജിയോർ. അത് ചെയ്യുക. അതായത് ചെക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ NGOൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? ഈസ് ഇറ്റ് കമ്മിങ് അണ്ടർ ദ ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 ആണോ, അതോ പബ്ലിക് ട്രസ്റ്റ് ആക്ടിലാണോ ഇത് വരുന്നത്? രജിസ്ട്രേഷൻ നോക്കുക. ആ ട്രസ്റ്റ് ഡീഡ് അല്ലെങ്കിൽ സൊസൈറ്റീസിൻ്റെ ബൈലോസ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. അവിടെ പിന്നെ 3 ഇൻഫ്ലോസ്, ഡൊണേഷൻസ്, മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ ഇൻകം, അതെല്ലാം പ്രോപ്പർലി അക്കൗണ്ട് ആണെന്ന് നോക്കുക. എക്സ്പെൻസസ് എല്ലാം ബഡ്ജറ്റഡ് ലിമിറ്റിലാണെന്ന് നോക്കുക. വി ക്യാൻ പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് സീ വെദർ ദിസ് ഇൻ അൺയൂഷ്വാലിറ്റി. ആൻഡ് പിന്നെ ലീഗൽ കംപ്ലയൻസിൻ്റെ ഭാഗമായിട്ട് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ, ഇൻകം ടാക്സ് ആക്ട് കംപ്ലൈൻസ് വരുന്നുണ്ടോ, ലീഗൽ കംപ്ലയൻസ്, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ദെൻ കമ്മിങ് ടു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ് ലയബിലിറ്റീസ് ചെക്ക് ചെയ്യുക. അവരുടെ ബിൽഡിങ്സ് എല്ലാം അവരുടെ പേരിൽ തന്നെയാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത്, ലയബിലിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, പ്രസൻറ്റേഷൻസ് എല്ലാം പ്രോപ്പറാണോ, എല്ലാ ഡിസ്ക്ലോഷേഴ്സും കാണിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു ഓഡിറ്റ് പ്രോഗ്രാം എഴുതിയിരുന്നാൽ മതി. ഇതൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്രെയിംവർക്ക് ബേസ്ഡ് ആയിട്ട് എഴുതേണ്ട ടോപ്പിക്സ് ആണ്. അവരുടെ വിഷൻ, മിഷൻ, ഏരിയാസ് ചെക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്റ്റും ഇൻകം ടാക്സ്, ലീഗൽ കംപ്ലയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചാർട്ടർ ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ആ പോയിന്റ് പറയാൻ പറഞ്ഞു. ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ചാർട്ട് ഡോക്യുമെന്റ്സ്, ഇൻഫ്ലോസ്, ഔട്ട്ഫ്ലോസ്, അങ്ങനെ പോവുക. പിന്നെ അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓക്കെ, ഇന്റേണൽ കൺട്രോൾ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബോർഡ് എക്സാമിനേഷൻ ഓഫ് ദ മിനിറ്റ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്സ് ആൻഡ് അതിൻ്റെ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് നോക്കുക. അക്കൗണ്ടിങ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യുക, എക്സ്പേർട്സിനെ വേണം കൊണ്ടുവരാം, റിവ്യൂ പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ട്. അവസാനത്തെ പോയിന്റൊക്കെ ചുമ്മാ അവർ തന്നെ പോയിന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, ലൈക്ക് നമ്മൾ ആ ഫ്രെയിംവർക്ക് പോലെ പോരുന്നാൽ മതി, നത്തിങ് എൽസ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതൊക്കെ ഫ്രെയിംവർക്ക് ഒന്ന് വായിച്ച് റെഡി ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓഡിറ്റിംഗ് എക്സാമിന് കുഴപ്പമില്ല. ഇപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഐറ്റംസ് അതെ, ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് അതെ, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. ഈ ക്വസ്റ്റ്യൻസിന് മാക്സിമം ആൻസർ കിട്ടാനായിട്ട് നമുക്ക് കാണാതെ പഠിക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സും കുറേ 10-20 പോയിന്റ്സും അങ്ങനെയൊക്കെ ഉള്ള ഒരു ടോപ്പിക്സാണ്. ഇതിന്നൊക്കെ എന്തായാലും ഫ്രെയിംവർക്ക് വെച്ചിട്ടും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു പ്രിപ്പറേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ അല്ല ആക്ച്വലി സ്കോറിങ് വരുന്നത് നമ്മുടെ essay ടോപ്പിക്സും ബാങ്ക് ഓഡിറ്റ് ഒക്കെയാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മാക്സിമം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിയാണ്. അതിലത്തെ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന essay ടോപ്പിക്സും ബാങ്ക് ഓഡിറ്റും മറ്റേ ചാപ്റ്റേഴ്സിനൊക്കെ ഇന്റേണൽ കൺട്രോൾസൊക്കെ കൊണസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം അപ്പോഴാണ് ഓവറോൾ മാർക്ക് പറയുക. കാരണം ഈ ഡിഫറെൻറ്റ് ഐറ്റംസിലും ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിൽ മൊത്തത്തിൽ കുഴപ്പമില്ല. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്, പ്രിൻസിപ്പിൾസ്, പ്രോപ്പർട്ടി, കോപ്പറേറ്റീവ്, മൾട്ടി സീറ്റ്, അതൊക്കെ സിമ്പിളാണ്. ഈ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്, NGOs, ക്ലബ്ബ്, തിയേറ്റർ, സ്കൂൾ, ഹോസ്പിറ്റൽ, ആ പരിപാടി, അതുപോലെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഉള്ള ചാപ്റ്റർ, ഇതിലാണ് ഈ ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ഹോൾ സ്കെയിൽ ആയിട്ട് പോയിന്റ്സ് അങ്ങനെ വാരി വിതറി എക്സ്പ്ലോഡ് ചെയ്തിരിക്കുക. ഇൻഫർമേഷൻ എക്സ്പ്ലോഷനാണ് IC മെറ്റീരിയൽ. ഇത് ഒരു കുട്ടിക്ക് എങ്ങനെ പഠിച്ചു വെക്കുന്നത്? പഠിക്കുന്നവരുണ്ടാവുമായിരിക്കാം, ബട്ട് നോർമൽ ഒരു കുട്ടി, എല്ലാവർക്കും ഇതിപ്പോൾ എല്ലാ ബാച്ചസിലും കാണുന്ന പ്രശ്നമില്ല. എല്ലാ പിള്ളേർക്കും ഇത് ലാസ്റ്റ് ഒരു സ്ട്രെസ്സാണ് ഈ 2 ചാപ്റ്റേഴ്സ്. കാരണം ജസ്റ്റ് ബൈ ദ ഷിയർ സൈസ് ഓഫ് ഇറ്റ് ദേ ജസ്റ്റ് ഗെറ്റ് ഡിമോട്ടിവേറ്റഡ്. ബട്ട് അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ആ ഒരു ഫ്രെയിംവർക്ക് വരുന്നത്. അത് ആ ഫ്രെയിംവർക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ടെൻഷൻ കുറയും, ബാക്കി ചാപ്റ്റേഴ്സെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും.
കാരണം ഇതിൽ കാണാതെ പഠിക്കുന്നതിൽ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. എത്ര പഠിച്ചാലും മറക്കാനുള്ള ചാൻസ് കൂടുതൽ. കാരണം വളരെ ചുമ്മാ റാൻഡം ആയിട്ടുള്ള പ്രാക്ടിക്കൽ പോയിന്റ്സ്. ദർ ഇസ് നോ എസ്എ കണക്ഷൻസ് ഹാപ്പനിങ് ഇൻ മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ്. മാത്രമല്ല എത്ര പഠിച്ചാലും അത് ഏത് ചോദിക്കും പറ്റില്ല. ഇവന്മാർ ഏത് നമ്മൾ 5 പഠിച്ച 6ാമത് സാധനം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഏത് ചോദിച്ചാലും എഴുതാനായിട്ട് നമുക്ക് മിനിമം ലെവൽ ഫ്രെയിംവർക്ക് സെറ്റാക്കി വെക്കാൻ പറ്റുന്നത്. അതേ പറ്റുള്ളൂ. ആൻഡ് ബാക്കി ടോപ്പിക്സ് നല്ലപോലെ സ്ട്രോങ് ആക്കി വെക്കുക. ഈവൻ ഇഫ് ബാക്കി ടോപ്പിക്സ് എസ്എ ടോപ്പിക്സ് എന്ന് വെച്ചാൽ തന്നെ 7 out of 11 ചാപ്റ്റേഴ്സ് ആണ്. ആ 7 ചാപ്റ്റേഴ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ബാങ്ക് ഓഡിറ്റ് സിമ്പിൾ ചാപ്റ്റർ ആണ്, അത് നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഇന്റേണൽ കൺട്രോൾ ചാപ്റ്റർ, അതിൽ ഓക്കെ ഡിഫറെന്റ് ഓട്ടോമേറ്റഡ് എൻവയൺമെന്റ് ഒക്കെ ഉണ്ട്. ഇത്തവണത്തെ RTP ക്വസ്റ്റൻസ് ഒന്നും കണ്ടില്ല, പക്ഷെ 2025 RTP MTP പാസ്റ്റ് എക്സാം ക്വസ്റ്റൻസിലൊക്കെ ഓട്ടോമേറ്റഡ് എൻവയൺമെന്റിന്റെ ഒരു അതിപ്രസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ, അതുപോലെ കാരോ ചാപ്റ്റർ 8 ഇതൊക്കെ നന്നായി നോക്കി പഠിക്കുക. ഡിഫറെന്റ് ഐറ്റംസും പിന്നെ ഈ NGO ഹോസ്പിറ്റൽ ക്ലബ്ബ് തിയേറ്റർ, അവിടെ എപ്പോഴും ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു അളവ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഒരു ഫ്രെയിംവർക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 5-6 പോയിന്റ് എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചാൻസ് ഉള്ളത്. കാരണം കാണാതെ പഠിച്ചിട്ട് പോകുന്നത് ഇമ്പോസിബിൾ ആണ്. അവിടെ എത്രമാത്രം പോയിന്റ്സ്, ഓരോ ഡിഫറെന്റ് ഐറ്റത്തിൻ്റെയൊക്കെ എല്ലാ പോയിന്റും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വല്ല കമ്പ്യൂട്ടറിന് ചിപ്പും ബ്രെയിനിൽ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. So yes, enough of my ranting. Let us go to the next question. Audit of banks ൽ നിന്ന് ഇത്തവണ ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? State the primary matters with respect to which auditor should obtain evidence while carrying out audit of advance. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിൽ ഈ ലാസ്റ്റിൽ നോട്ടായിട്ട് തരില്ലേ? അല്ല, എനിക്ക് ദിസ് ഇസ് ദ 22nd ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ബാങ്ക് ഓഡിറ്റ് ചാപ്റ്ററിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എൻ്റയർ ബാങ്ക് ഓഡിറ്റ് ചാപ്റ്റർ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫ്രെയിം ചെയ്ത് തന്നിരിക്കുക. അതിൽ ഈ 22nd ക്വസ്റ്റ്യൻ, ലാസ്റ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഓഡിറ്റ് ഓഫ് അഡ്വാൻസിൻ്റെ പോയിന്റ്സ് കൺസിഡർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് ഓഫ് അഡ്വാൻസിൻ്റെ പോയിന്റ് അത് ഒരു ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഒരുപാട് RTP NTP ഫേവറേറ്റ് ക്വസ്റ്റ്യനാണ്. എക്സാമിന് വരുന്നത് ഒക്കെ കണക്കാണ്, പക്ഷേ May 25 September 25 NTP, മെയിലും സെപ്റ്റംബറിലും വന്നു. പിന്നെ ഇപ്പോൾ നമ്മളുടെ May 2026 RTP വന്നു. ഇതിൽ RTP NTP ഏരിയ എടുക്കുന്നു. ഇത് ചോദിച്ചു, ഇത് എക്സാമിന് വരാൻ ഇനിയിപ്പം സമയമായി, ഊഴമായി. കുറെ തവണയായിട്ട് RTP NTP കിടന്ന് കളിക്കുകയാണ്. സോ ഇതിന്റെ ഒരു अपना ടൈം ആയേക എന്ന് പറയുന്ന പോലെ ഈ ടോപ്പിക് ഇനി എക്സാമിന് വരാൻ ചാൻസ് കൂടുതല. കാരിങ് ഔട്ട് ഓഫ് ഓഡിറ്റ് ഓഫ് അഡ്വാൻസസിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? വി ഹാവ് ടു കൺഫേം ദ ബാലൻസസ് വിച്ച് ഇസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March. അത് സപ്പോർട്ടഡ് ബൈ ലോൺ ഡോക്യുമെന്റേഷൻസ് ആണോ? അണ്ടർകോഡഡ് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടോ? ആർ ദേ ഡിസ്ക്ലോസ് ക്ലാസിഫൈഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആസ് പെർ ദി RBI പ്രൊഡൻഷ്യൽ നോംസ്. ഇങ്ങനത്തെ ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അത് തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇത് കഴിഞ്ഞ 2-3 തവണയായിട്ട് കിടന്ന് MTPs കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ RTPയിലും വന്നിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ? പോയിന്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ ചില പോയിന്റ്സ് മർജ് ചെയ്ത് എഴുതി, ഇവരത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതാണ് ഈ പോയിന്റ്സ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അമൗണ്ട്സ് ഇൻക്ലൂഡ് ദ ബാലൻസ് ഷീറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് അയക്കുന്നത് അഗ്രി ചെയ്യുക. അത് ആക്ച്വലി അമൗണ്ട് ഇതുണ്ട്. ഇതൊക്കെ നമുക്ക് സിംഗിൾ പോയിന്റ് ആയിട്ട് വന്ന് അവർ 2 പോയിന്റ് ആക്കി മാത്രം. അമൗണ്ട് ഡ്യൂ ടു ദ ബാങ്ക് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ലോൺ ഡോക്യുമെന്റേഷൻ. അണ്ടർകോഡഡ് ട്രാൻസാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. വാല്യൂഷൻ നോക്കുക. പിന്നെ ഡിസ്ക്ലോസ് ക്ലാസിഫൈഡ് ഡിസ്ക്രൈബ് ആസ് പെർ ദ RBI പ്രൊഡൻഷ്യൽ നോംസ് ആണോ? പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ടോ? സെയിം പോയിന്റ്സ് നമ്മുടെ ബുക്കിലുള്ള. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ചാപ്റ്റർ നമ്പർ 11 ഇത്തവണ വന്നേക്കുന്നത് എന്താണ്? വിത്ത് റെഫറൻസ് ടു essay 220 എക്സ്പ്ലെയിൻ ഹൗ ദി ആക്ഷൻസ് ആൻഡ് മെസ്സേജസ് കൺവേഡ് ബൈ ദി എൻഗേജ്മെന്റ് പാർട്ട്ണർ ഡെമോൺസ്ട്രേറ്റ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് എൻഗേജ്മെന്റ്. ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി essay 220 വാട്ട് ഇസ് essay 220? ക്വാളിറ്റി കൺട്രോൾ ഓൺ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? വാട്ട് ഇസ് ഒബ്ജക്റ്റീവ്? വി നീഡ് ടു എൻഷുർ ദാറ്റ് ദി ഓഡിറ്റ് എൻഗേജ്മെന്റ് ഇസ് ആസ് പെർ PLR റിക്വയർമെന്റ്സ് ആൻഡ് വി നീഡ് ടു എൻഷുർ ദാറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് അപ്രോപ്രിയേറ്റ്. അതിന് വേണ്ടിയിട്ട് 6 പ്രിൻസിപ്പിൾസ് ഉണ്ട് essay 220. ആ 6 പ്രിൻസിപ്പിൾസും SQC1 ഇൻസ്പയർഡ് ആണ്. SQC1 though is applicable to the firm only. essay 220 to the engagement partner. These 6 principles are leadership responsibility, ethical requirements including independence, acceptance and continuance of client relationship, engagement performance, human resource monitoring, right? ഇങ്ങനെ 6 പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ യെസ്, വാട്ട് ഇസ് essay 220 പ്രകാരം EP ചെയ്യേണ്ട ആവശ്യം? EP shall, as per essay 220 on quality control out of affairs, the engagement partner shall take the responsibility for the overall quality of the audit engagement. That is, he shall take the leadership responsibility. EP ആണ് എടുക്കേണ്ടത്.
ആൻഡ് ആസ് പാർട്ട് ഓഫ് ദാറ്റ് ഹി മസ്റ്റ് എൻഷുർ മറ്റേ ഒബ്ജക്റ്റിലത്തെ 2 കാര്യങ്ങളും റിപ്പോർട്ട്സ് അപ്രോപ്രിയേറ്റ് ആണ്, വർക്ക് PLR പ്രകാരമാണ് ഉറപ്പുവരുത്തുക. ഹി ഷുഡ് മേക്ക് ഷുവർ ദി എബിലിറ്റി ഓഫ് ദ ടീം ടു റേസ് ദർ കൺസേൺസ് വിത്തൗട്ട് എനി ഫിയർ ഓഫ് റിപ്രൈസൽസ്, ഇങ്ങനെയൊക്കെ പറയണം. എന്നിട്ട് അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അതാണ് ചോദ്യം. ലീഡർഷിപ്പ് റെസ്പോൺസിബിൾ ഭാഗമായിട്ട് ഫേം എന്ത് ചെയ്യണം? EP ഷാൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് ദ വർക്ക്. EP ഷാൽ എൻഷുർ ദാറ്റ് ഓഡിറ്റ് കംപ്ലൈസ് വിത്ത് PLR. The firm's quality control policies are complied by the engagement team. Report is appropriate, and also ability of the team to raise their concerns without any fear of reprisal. ഇതാണ് EP ചെയ്യേണ്ട കാര്യങ്ങൾ ആസ് പെർ SC 220. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ABC and Co Chartered Accountants was appointed as the auditors of Kimi Manufacturing. Arjun is the senior partner. He is the engagement partner. Arjun took over active steps to demonstrate leadership. He communicated to engagement team the importance of complying with professional standards. PLR requirements communicated ചെയ്തിട്ടുണ്ട്. Emphasize that the audit report should be appropriate in the circumstance and should be issued only after obtaining sufficient evidence. Further, Arjun encouraged open communication within the engagement team and assured members that they could raise any concerns without any fear of reprisal. Classic leadership responsibilities ഇതെല്ലാം ചെയ്യുന്നുണ്ട്. Throughout the engagement, he constantly highlighted. So with reference to ഇത്, ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ഓട്ടാണ്. ഈ RTPയിലെല്ലാം ഇതിപ്പോൾ നേരത്തെ ലിമിറ്റേഷൻസിൽ കണ്ടു, പിന്നെ ഓഡിറ്റ് പ്രോഗ്രാമിൽ കണ്ടു, ഇപ്പോൾ ഇവിടെയും കണ്ടു. ദേ ആർ നോട്ട് ജസ്റ്റ് ആസ്കിങ് ദ പോയിന്റ്സ്, ക്വസ്റ്റ്യൻ്റെ സിറ്റുവേഷൻസുമായിട്ട് ഈ ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ദി ആൻസർ മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് ദി ഡേറ്റ ഇൻ ദ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആസ് പെർ SC 220 he shall take responsibility for the overall quality. അയാളുടെ PLR റിക്വയർമെന്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓൾ ദ പ്രൊഫഷണൽ റെഗുലേറ്ററി ലീഗൽ റിക്വയർമെന്റ്സ്. ആൻഡ് ഹി ഷുഡ് എൻഷുർ ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു റേസ് ദ കൺസേൺസ് വിത്തൗട്ട് എനി ഫിയർ ഓഫ് റിപ്രൈസൽ. അതിനാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ടോ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റിപ്രൈസൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്, ഫിയർ ഓഫ് റിപ്രൈസൽ ഉണ്ടാകാതിരിക്കാനാണ്. അതേപോലെ ഈ പ്രൊഫഷണൽ റെഗുലേറ്ററി ലീഗൽ റിക്വയർമെൻറ്റ്സിനെ കമ്മ്യൂണിക്കേഷൻ നടന്നു, അത് PLR ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. റിപ്പോർട്ട് അപ്രോപ്രിയേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ആ കാര്യം അയാൾ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ലീഡർഷിപ്പ്, വാട്ട് ഷുഡ് EP ആസ് എ ലീഡർ ഡു എന്ന പോയിന്റ്സും നിങ്ങളുടെ ആൻസറിൽ വേണം. അതെല്ലാം ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിലത്തെ നമ്മുടെ ക്വസ്റ്റ്യനത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതെല്ലാം കണ്ടോ ഇവിടെ സംഭവിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി ഓഫ് an EP is to take the responsibility for the overall quality. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് വി ഹാവ് ടു the taking responsibility for overall quality on each engagement, emphasize the importance of audit quality of performing work that complies with PLR. വർക്ക് PLR പ്രകാരമാണെന്ന് ഉറപ്പുവരുത്തുക. ഫേമിൻ്റെ ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് എല്ലാവരും അനുസരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. issuing audit report that are appropriate and the ability of the engagement team to raise their concerns without any fear of reprisals. ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് through his actions and communications he has emphasized all these things. കണ്ടോ, കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. fostering an environment that create an environment where engagement team can raise their concerns without any fear. Thus clearly he is doing this principle. So ഇത് 3 RTPയിലത്തെ 3 questions. This is one new thing I have found. നമ്മളുടെ സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺ ഒന്നും വിട്ടിട്ട് RTPയിൽ ഇത്തവണ വന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഇസ് ദിസ്. ദേ ആർ ഗിവിങ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ഫൈൻഡ് ദി ആൻസർ ഇൻ ദ ടെക്സ്റ്റ് വി ഹാവ് സ്റ്റഡീഡ്, ബട്ട് അത് വെറുതെ ആൻസേഴ്സ് ആയിട്ട് ആ പോയിന്റ് കോട്ട് ചെയ്താൽ പോലെ ദേ വോണ്ട് യു ടു കണക്ട് ഇറ്റ് ടു ദ സിറ്റുവേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 3 RTPയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. യെസ്, വിത്ത് ദാറ്റ് സെഡ് RTP ഡിസ്കഷൻ ഇസ് ഓവർ. ദിസ് ഇസ് ഇറ്റ്. ഞാൻ മാക്സിമം സ്പീഡിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് 1 മന്തിൻ്റെ ഗ്യാപ്പിൽ ഈ വലിയ നെടുനീളം വീഡിയോസ് കണ്ട് സമയം കളയാണ്ടിരിക്കാനാണ്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ജസ്റ്റ് സോൾവ് മൈ വീഡിയോ ഇൻ 1.5 സ്പീഡ് എനിവേസ്. സോ എൻ്റെ സ്പീഡും ആ സ്പീഡും കൂടി ചേർത്തിട്ട് ഇപ്പോൾ 3x സ്പീഡ് കിട്ടിക്കാണും. യെസ് ഗൈസ്, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളതെങ്കിൽ യു ജസ്റ്റ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. എൻ്റെ ക്ലാസ്സിലത്തെ പിള്ളേർക്ക് നമ്മുടെ നമ്പറും ഇൻസ്റ്റയൊക്കെ അറിയാം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, കൺസേൺസ്, you can feel free to call me or message me to this number 7012191689. okay, if you want assistance with any classes, നമുക്കിപ്പോൾ മാർച്ചിൽ ഒരു ക്രാഷ് വരുന്നുണ്ട്. III കോമേഴ്സ് അക്കാഡമി ക്രാഷ് നടത്തുന്നുണ്ട്. മാർച്ചിലായിരിക്കും ആ ക്രാഷിൻ്റെ ഓഫ്ലൈൻ ക്രാഷാണ്. ഓഫ്ലൈൻ കൊച്ചി ക്യാമ്പസിൽ ഓഫ്ലൈനായിട്ടും പിന്നെ ഈ ക്ലാസ് തന്നെ ഹൈബ്രിഡ് മോഡിൽ ഓൺലൈനായിട്ടും ക്ലാസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. 11 ഡേയ്സിൻ്റെ ഒരു ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു RTP ഡിസ്കസ് ചെയ്ത പോലെ മിനിമം 4-5 അറ്റംപ്റ്റ്സിൻ്റെ RTP MTP1 പാസ് എക്സാംസ് അല്ല, ഫുൾ ടോപ്പിക്കിൻ്റെ ഒരു ബ്രീഫ്, ഓരോ ടോപ്പിക്കും ബ്രീഫായിട്ട് ഒന്ന് കൺസെപ്റ്റ് ക്ലാരിറ്റി തന്നിട്ട് പിന്നെ അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റീസ് എല്ലാം കവർ ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റിലായിരിക്കും ക്രാഷ് പോകുന്നത്. So if you are seeing this video before my crash, that is also a possibility. March 23rd to April 2nd ആണ് നമ്മുടെ ക്ലാസ് വരുന്നത്. And even if you are seeing this video after my crash, feel free to contact me if you have any concerns, doubts or help needed. Okay,
സ്റ്റഡി വെൽ ചിൽഡ്രൻ. ബൈ, ടേക്ക് കെയർ.